ഫുട്ബോൾ പ്ലേയേഴ്സ് ഓർക്കുക, നിങ്ങളുടെ സിവിയിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. പലരും ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഉൾക്കൊള്ളുന്നില്ല. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹൈലൈറ്റ് വീഡിയോനെ പറ്റിയിട്ടും ഫുൾ മാച്ച് വീഡിയോനെ പറ്റിയിട്ടുമാണ്. ഒരു കോച്ചിന് നിങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയൊക്കെ കളിച്ചു എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കണക്ഷനിലൂടെ ഒരു ഇൻഡിവിജ്വൽ ട്രയലിന് ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഹൈലൈറ്റ് വീഡിയോയും ഫുൾ മാച്ച് വീഡിയോയും അവിടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം കോച്ചിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിവിധ പ്ലേയേഴ്സിന്റെ ഹൈലൈറ്റ് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഓൾറെഡി കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഹൈലൈറ്റ് വീഡിയോയുടെ സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഹൈലൈറ്റ് വീഡിയോയിൽ എപ്പോഴും നിങ്ങളുടെ ഏറ്റവും മികച്ച ആക്ഷൻസ് ആണ് ഉൾപ്പെടുത്തുക. പക്ഷെ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാ സിറ്റുവേഷനിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഫുൾ മാച്ച് വീഡിയോയെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ ഇവ രണ്ടും നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മാച്ച് റെക്കോർഡ് ചെയ്യുന്ന ഏതെങ്കിലും ടീമിന് വേണ്ടി മത്സരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആരെ കൊണ്ടെങ്കിലും ഇത് റെക്കോർഡ് ചെയ്യിപ്പിക്കണം. സോ ഈ കാര്യം ഫ്യൂച്ചർ ഫുട്ബോൾ പ്ലേയേഴ്സ് മനസ്സിൽ ഓർത്തു വെക്കുക. ഇനി നിങ്ങൾക്ക് ഹൈലൈറ്റ് വീഡിയോ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്.